മലബാറിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയാണ് മാതൃഭൂമി ന്യൂസിന്റെ ഗേറ്റ് വേ ടു മലബാർ ടൂറിസം. മാതൃഭൂമി എം വി ശ്രേയാംസ് കുമാർ സംസാരിക്കുകയാണ്. കേൾക്കാം. പ്രൈമറി ഡെസ്റ്റിനേഷൻ അല്ല കേരളം എന്ന് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് പിന്നെ ആഗ്ര, അതുപോലെ രാജസ്ഥാൻ, അങ്ങനെ പോകുന്നു. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 2023 2,19,00,000 ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും 6 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അതിൽ വിദേശ ടൂറിസ്റ്റുകൾ 5.6% മാത്രമാണ് മലബാറിൽ എത്തിയിട്ടുള്ളത്. ഡൊമസ്റ്റിക് ടൂറിസത്തിൻ്റെ 22.9%. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ മലബാറിലേക്ക് വരുന്നതിൻ്റെ കുറവാണ് അത് കാണിക്കുന്നത്. നമുക്ക് 2023 ഫോറിൻ ഏർണിങ്സ് 5,245 കോടിയും ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ഏർണിങ്സ് 22,717 കോടിയും കൂടി 33,900, ഏകദേശം 34,000 കോടി രൂപയുടെ വരുമാനമാണ് ടൂറിസം മേഖലയിൽ കേരളത്തിൽ 2003 പുതിയ കണക്ക് എനിക്കറിയില്ല. 2003 എന്ന് പറയുന്നത് കോവിഡിന് ശേഷമുള്ള കാലമാണെന്നും കൂടി നമ്മൾ ഓർക്കണം. അപ്പം കേരളത്തിൻ്റെ GSDPയിൽ വളരെ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഉള്ള വളർച്ചയും അതുപോലെ തന്നെ ജോലി സാധ്യതയും ഇതെല്ലാം തന്നെ ടൂറിസം മേഖലയിൽ ധാരാളമായി വരുന്നുണ്ട്. ചില പഠനങ്ങൾ കാണിക്കുന്നത് 2030 ഏകദേശം 6.5 കോടി ജനങ്ങൾക്ക് ഈ മേഖലയിൽ ജോലി ലഭിക്കുന്നതാണ് ഇന്ത്യയിൽ. ഇപ്പം ഇന്ത്യയുടെ തന്നെ വളർച്ചയുടെ വലിയ ഭാഗമാണ് ടൂറിസം എന്ന് പറയുന്നത്. അതിൽ മലബാറിൻ്റെ ഒരു കണക്കാണ് ഞാനിവിടെ പറഞ്ഞത്. വളരെ കുറച്ച് പേര് മാത്രമേ മലബാറിൽ വരുന്നുള്ളൂ. മലബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും അറിയാം, സാംസ്കാരികമായും സാഹിത്യപരമായും അതുപോലെ തന്നെ പല രീതിയിലും വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു നാടാണ്. സുഗന്ധദ്രവ്യങ്ങളെ തേടി വർഷങ്ങൾക്ക് മുമ്പ് പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ മലബാറിലെത്തിയിട്ടുണ്ട്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മലബാർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു ടൂറിസ്റ്റ് വരുമ്പോൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവിടെ താമസിക്കുമ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ ടൂറിസം കോൺക്ലേവിൽ MD ശ്രേയാംസ് കുമാർ സംസാരിക്കുകയായിരുന്നു. മലബാറിനെ എങ്ങനെയാണ് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറ്റേണ്ടത്, അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ് കോൺക്ലേവിൽ നടക്കാൻ പോകുന്നത്.